പള്ളിയിൽ പോ വെല്ലടി അപ്പൊ ഇന്ന് നമ്മുടെ അമ്മു ചേച്ചിയുടെ വാവ മേക്കുട്ടന് വാവക്കുട്ടന് ജ്ഞാനസ്നാനം, അതായത് മാമോദീസയാണ് ഗൈസ് ഇന്ന്. രാവിലെ പള്ളിയിലൊക്കെ വാവ പിടിച്ചോ കണ്ടത്, ഇത്രയും നല്ല അനുസരണമുള്ള കുട്ടി. രാവിലെ പള്ളി വരാത്ത അൻവശാൻ പോലും പള്ളിയിൽ വന്ന് ഞാൻ രാവിലെ പള്ളിയിൽ പോകും. പക്ഷെ അബിൻ വന്നില്ല ഗൈസ്, അത് നിങ്ങൾക്കുള്ള ഒരു തെളിവാണ്. ഇവിടെ അവനില്ല. ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച് അന്നൊരു ദിവസം ഈ അമ്മ കുപ്പിപ്പാലും എടുത്തപ്പോഴത്തേക്ക് കരഞ്ഞ കൊച്ചു അണ്ടച്ചാൻ കൊടുത്തപ്പോ മിണ്ടാതിരുന്നു. എന്തൊരു പറഞ്ഞു കൊച്ചിന്റെ കാതില്. ഫുഡ് വാങ്ങിക്കാൻ പോകുന്നു. അല്ല എത്ര സമയമായി? അവിടെ പള്ളി പൂജ കഴിഞ്ഞിട്ട് 7 മണിക്ക് കഴിഞ്ഞു. നിങ്ങളൊക്കെ ഏർലി മോർണിംഗ് 6:30 കഴിക്കുന്നതാണ് ഫുഡ്. ആദ്യത്തെ ഭക്ഷണം ഉച്ച ഭക്ഷണമല്ലേ നിങ്ങളത്? അങ്ങനെ ആ നിമിഷം എത്തിയിരിക്കുന്നു. ഞാൻ ഇവിടെ തന്നെയായിരുന്നു. വീണ്ടും അറിയാത്തവരുണ്ട്. ശരിയല്ല, രാവിലെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവളുടെ മാക്സിമം അവളെ പിടിച്ചിരുന്നു, പക്ഷെ ഇപ്പൊ പറ്റുന്നില്ല. മാവനെ ചിരിപ്പിച്ചത് നേരത്തെ. എത്തിയിരുന്നെങ്കിൽ അളിയൻ ഇട്ട് കൊടുക്കാം. കൈയൊക്കെ എംറ്റി കണ്ടില്ലേ? വാച്ച് വേണ്ട, വാച്ച് വേണ്ട. അവരെ ശരിക്കും പറഞ്ഞ വാവ ജനിച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത്. അല്ല വാവ ഇത്ര നാള് ബഹറിലായിരുന്നു. ഒരു 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. അപ്പൊ നമ്മളെല്ലാം കാണുമ്പോ പെട്ടെന്നുള്ള ഇത് കാണത്തില്ലേ, അത് എല്ലാരും മനസ്സിലുണ്ട്. ഇത് കുഞ്ഞമ്മയാണ്, കുഞ്ഞമ്മ. അപ്പൊ കുഞ്ഞമ്മയെന്ന് വിളിക്കാൻ അവർക്ക് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു ആനി കുഞ്ഞാന്ന് വിളിക്കാം. അപ്പൊ ആനി കുഞ്ഞ. ഇതെല്ലാം മാമന്മാരാണ്. മുതുക്കന്മാരാണ് ഇവര്, മുതുക്കന്മാര്. വ്യഞ്ജനത്തിലൊരു കൊച്ചു വേണ്ടേ? എനിക്കൊന്നുമില്ല, 3 ഭാവിയിൽ എത്ര കുട്ടികൾ കാണും? റെഡിയായിരുന്നു ആരായിരുന്നു. ഇന്ന് അശ്നേച്ചിയുടെയും ജിത്തു ചാച്ചന്റെ അമ്മയുടെ ബർത്ത്ഡേ. പൊതുവെ എല്ലാവരും ബർത്ത്ഡേക്ക് ഡ്രസ് എടുക്കുന്നു പോലെ നമ്മൾ ആന്റിക്ക് വേണ്ടിട്ട് ഒരു ചുരിദാർ എടുക്കാൻ വന്നു ഗൈസ്. ഈ ഗേൾസ് ഇവിടെ പോയാൽ 1 എടുക്കാൻ പറഞ്ഞാൽ 2 എടുക്കും. നല്ല സാധനം നല്ല റേറ്റിനാണ് എടുത്തത് ഗൈസ്. യാദർശികമായിട്ട് നമ്മൾ 2 പേരെ കണ്ടു. നിങ്ങൾ സർപ്രൈസ് പൊട്ടി കേട്ടോ. നമ്മൾ ഇവിടെ കണ്ട കാര്യം ആരും പറയല്ലേ. വീട്ടിൽ വന്ന് നല്ലോണം അഭിനയിക്കണം കേട്ടോ. ഓക്കെ ടാറ്റ ഗൈസ്. പണി പാളി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞങ്ങള് അബി പറഞ്ഞ് നമുക്ക് സ്റ്റെപ്പ് വഴി പോവാം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ലിഫ്റ്റ് കയറി പോവാം. ലിഫ്റ്റ് കയറിയപ്പോ സർപ്രൈസ് ബർത്ത്ഡേ പോയി കണ്ടു. ആന്റിയുടെ അഭിനയം നമുക്ക് നോക്കാം. ഇരുന്നപ്പോഴാണ് എനിക്കൊരു ഓർമ്മ വന്നത്. കോവിഡ് സമയത്താണ് നമ്മൾ ചട്ടമ്പീസിന്റെ ചാനൽ തുടങ്ങിയത്. അന്ന് നിങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് ദുൽഖറിന്റെയും ധനുഷിന്റെയും ബർത്ത്ഡേ ആഘോഷിക്കണം എന്നുള്ള രീതിയിൽ ഡ്രസ്സൊക്കെ നിങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ട് വന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ അത് ഓർത്തിരുന്നില്ല. ആ ദിനമാണ് ഇന്നും. ഇന്ന് ആരും ഓർത്തില്ല. രാവിലെ നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നു. ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിരുന്നു. അപ്പൊ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടോണ്ടോന്ന് എനിക്ക് എവിടെ ക്യാമ്പിൽ പോകാനായിട്ട് കാറിൽ അടുത്ത് പോയിരുന്നിട്ട് ഒരു വിഷയം കാത്തിരുന്ന് എന്റെ മക്കളെ എന്നെ വിഷ് ചെയ്തില്ല, എന്റെ ഭർത്താവ് എന്നെ വിഷ്.
കുറച്ച് ഞാൻ ഇവിടെ കൊടുക്കുന്നു. ദിവസത്തിന് പ്രത്യേകത അറിയാവോ? അവിടെയും പോയി. നമ്മള് ഡാനിച്ചാന്റെ ഒരു ഫ്രണ്ടിന്റെ ഹോട്ടലിൽ വന്നു. ചെന്നൈ വെഡിങ് ബിരിയാണി, കല്യാണ ബിരിയാണി. ഇത് ട്രിവാൻഡ്രം സിറ്റിക്കുള്ളിലാണ് ഇരിക്കുന്നത്. എവിടെന്ന് പറഞ്ഞു? നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് വരികയാണെങ്കിൽ ഉള്ളൂർ ജംഗ്ഷനിൽ നിന്ന് നമ്മള് ലുല്ലു പോണ വഴിയിലാണ് ഇരിക്കുന്നത്. ഡാനിച്ചാനോട് 10th വരെ പഠിച്ച ഒരു ഫ്രണ്ടിന്റെ കടയില് ദീപക് ചേട്ടൻ. ഇത് സൂപ്പർ ആയിരിക്കുന്നത്. കല്യാണ ബിരിയാണിയും പിന്നെ സാധാരണ നമ്മൾ ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണി തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ എല്ലാം എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകും. എനിക്ക് ഏകദേശം ഒരു ബിരിയാണി കഴിക്കണം കുറെ ആഗ്രഹം. ഞാൻ വന്നിട്ട് ബിരിയാണി കഴിച്ചിട്ടില്ല. നമ്മളെ വ്ളോഗ് ഇതിനും വന്നിട്ടുണ്ട്. അതിൽ ഒരു പാട്ടൊക്കെ പാടിയിട്ട് പോയി. രംഗൻ ചേട്ടൻ എങ്ങനെയാ ഇത്ര സെറ്റപ്പ് ആയത്? എടാ മോനെ, ഞങ്ങളിവിടെ ചെന്നൈ കല്യാണ ബിരിയാണിയിലോട്ട് വന്നപ്പോൾ ഇവിടെ നമുക്ക് 180 രൂപയ്ക്ക് ബിരിയാണി, 2 പീസ് ചിക്കൻ 65, 2 പീസ് ദം ബിരിയാണി, ഐസ്ക്രീം, റോസ് മിൽക്ക്, ഗുലാബ് ജാം, ഇതെല്ലാം 180 രൂപയ്ക്ക് നമുക്ക് നല്ലവണ്ണം വെറുത്താണ് കഴിച്ചത്. എനിക്ക് ഒരെണ്ണം ഫുള്ളായിട്ട് കഴിക്കാൻ പോലും പറ്റിയില്ല. ഫുഡ് മെഷീൻ എല്ലാം കഴിക്കാമല്ലോ. കട രാവിലെ 10 മണി മുതൽ രാത്രി 2 മണി വരെ ഓപ്പൺ ആണ്. അതുകൊണ്ട് നമുക്ക് രാത്രി ഷൂട്ടായി ലൈറ്റ് ആയിട്ട് വരണോ രാത്രി ലേവിഷായിട്ട് വന്ന് കഴിക്കാം ഇല്ലേ? ഇവിടെ വേറൊരു വെറൈറ്റി സാധനമുണ്ട്, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ബ്രെഡ് ഹൽവ. അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ബിരിയാണിയുടെ മത്തും ബ്രെഡ് ഹൽവയുടെ മത്തും കൂടെ ആയി കഴിഞ്ഞാൽ പോയി സുഖമായിട്ടൊന്ന് ഉറങ്ങാം. അപ്പൊ എന്തായാലും വരിക എല്ലാവരും. നമ്മളിപ്പോൾ ഇവിടെ ജനറൽ ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ആനിക്ക് ചെറുതായിട്ട് നമ്മൾ കോളേജ് വെച്ച് ചെറുതായിട്ട് മറിഞ്ഞു വീണു. നെറ്റിയുടെ ഈ സൈഡും പിന്നെ മുട്ടും എല്ലാം നല്ല രീതിയിൽ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുക. അതിൽ ഓക്കെ ആയിട്ട് തിരിച്ചു വരും. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. കൈ ഒരു കുഴപ്പമില്ല. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനോട് പറയാൻ എന്താ ഉള്ളത്? എന്നെ വന്ന് സഹായിച്ച ഇവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇവരില്ലായിരുന്നെങ്കിൽ വരും. ഇതൊക്കെ തന്നെ എടുക്കുന്നതല്ലേ. മറ്റെന്താ എന്റെ ജൂറിയാ അയ്യോ, എനിക്കിങ്ങനെ ഒന്നും ഓടാൻ പറ്റൂലല്ലോ. ഞാൻ ഇങ്ങനെ ഓടി, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതുപോലെ ഓടിയപ്പോ കോളേജിൽ ഒരു സാധനം എനിക്ക് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെളിയിലത്തെ കടയിൽ പ്രിന്റ് ചെയ്തിട്ട് എനിക്ക് പെട്ടെന്ന് കൊടുക്കണമായിരുന്നു. 3:30 മുന്നേ കൊടുക്കണം. അപ്പൊ ഞാൻ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ചാച്ചന്മാർ അതിൻ്റെ ഇടയ്ക്ക് വിളിക്കാനുണ്ടായിരുന്നു. അപ്പൊ വെളിയിൽ നിന്ന് ഇവരെന്നെ അകത്തുകൊണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടിയതായിരുന്നു. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയത്. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. കൊടുക്കണം, പിന്നെ ഇവരെന്നെ കൊണ്ട് ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിച്ച് അത് വീഡിയോ എടുക്കണം. അപ്പം എനിക്ക് പെട്ടെന്ന് വീട്ടിൽ വരണം. അങ്ങനത്തെ ഒരു ടെൻഷനിൽ പെട്ടെന്ന് പോയതായിരുന്നു. പോയപ്പോഴത്തേക്കും എനിക്കൊന്നും ആപ്പില്ല. ഞാൻ ഇച്ചിരി സ്പീഡിലാണ് ഓടി അത് ഇച്ചിരി കയറ്റായിരുന്നു. ഇതുപോലത്തെ റോഡായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓടി, ഡ്രസ്സ് തട്ടി, ഞാൻ വന്ന് വീണ്. എവിടെയൊക്കെ കൊണ്ടെന്ന് പോലെ എനിക്കൊരു ബോധമില്ലായിരുന്നു. എന്നിട്ട് വീണ്ടും ഓടി. അതാണ് കോമഡി. തലയും പിടിച്ചിട്ട് രക്തം വടിയെ ഞാൻ ഓടി. ഗൈസ്, എങ്ങനെ എനിക്ക് ഗൈസ് എന്റെ ഉടുപ്പ് കണ്ടാ? പക്ഷെ ഞാൻ എങ്ങനെയാണ് പിടിച്ചിരുന്നത്, എന്നാലും എന്റെ ഉടുപ്പിലെല്ലാം കൊണ്ട്. ഗൈസ്, കാല് മടക്കാൻ പറ്റാത്തോണ്ട് സഹായിയായ ചേട്ടന്മാർ എനിക്ക് തലകടയൊക്കെ വെച്ചതു. ഗൈസ്, ഇവിടെ അച്ചാച്ചൻ മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോകുമ്പോഴത്തേക്കും വീട്ടുകാരിനി എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ്, ഞങ്ങള് വീട്ടിലെത്തി. പേടിയാവണ്. എന്ന് വെച്ചാൽ ഇവരെന്തൊക്കെ പറയാന്ന് അറിഞ്ഞോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്നെ കാണാൻ എന്തുവാ, നെറ്റിയിലൊന്നും കുറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ 2 കാലും ഫ്രാക്ചറായിട്ടിരിക്കുന്നു. ഗൈസ്, അതാരും അവരിപ്പോൾ കാണിച്ചില്ല. നമുക്ക് പയ്യെ കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഞാൻ വടിയാവും. പക്ഷെ നടക്കാൻ പറ്റത്തില്ല. അവിടെ പോകുമ്പോൾ ഞാൻ ഇച്ചിരി നല്ല രീതിക്ക് വീഡിയോ എടുക്കാൻ വന്നു. ഏത് വീഡിയോ? മറ്റേ ഇല്ലുമിനാറ്റി. അതെടുക്കാനായിരുന്നു ഞാൻ ഓടി പാഞ്ഞ് വരാൻ നിന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ആയി. ആ വീഡിയോ എന്തായാലും നമുക്ക് വയ്യ എടുക്കാം. അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മുറിവൊക്കെ വെച്ചിട്ട് എടുക്കാൻ കണ്ടല്ലോ. ഇവിടെ കണ്ടത് കാലിൽ എന്താ കൊണ്ടുവന്നത്? നീ പതിയെ ഇറങ്ങി കാണിക്ക് നോക്ക്. തല എതേന്ന് മുഖത്ത് കണ്ടു. കാല് ഇത് നോക്ക്. അത് മാത്രല്ല, നിനക്ക് വലിയ ഹാപ്പിയാ. എനിക്ക്
അവിടെ ഇവന്റിന് പോണതിന് മുന്നേ ഞാൻ കോളേജിൽ നിന്നാണല്ലേ പറഞ്ഞത്. കോളേജ് പറഞ്ഞോണ്ട് എന്നെ മുടി ഇച്ചിരി അടിയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഇരുന്ന് പോണല്ലേ, എനിക്ക് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് മുടി കെട്ടി തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അന്തോച്ചാൻ കെട്ടിത്തരുന്നു. അങ്ങനെയല്ല അന്തോച്ചാ കെട്ടേണ്ടത്. അന്തോച്ചാൻ പറഞ്ഞു നീ പോണിറ്റയിലല്ലേ കെട്ടിയത്, നിനക്ക് ഞാൻ കെട്ടിത്തരാം. അപ്പൊ അങ്ങ് വലിച്ചെടുക്കണം. ഇങ്ങനെയൊന്നല്ല, എന്റെ മുടിയെ വലിച്ചെടുക്കണം. മോതിരമായിരുന്നു നമ്മളെ ചതിച്ചത്. അങ്ങനെ സന്തോഷം എങ്ങനെയൊക്കെ സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കോളേജിൽ നിന്ന് എന്നെ ഇവര് പിക്കാൻ വന്നപ്പോഴാണ് ഇവരൊരു സഡൻ സർപ്രൈസ് പറഞ്ഞത്. നമ്മള് ബിഗ് ബോക്സിലെ പ്രശാന്ത് ഏട്ടന്റെ കല്യാണത്തിന് പോവാണ്. ഹാപ്പി മാരീഡ് ലൈഫ്. നമ്മളൊന്നും കണ്ട ചേച്ചിയതല്ലോ. ആള് മാറിയിട്ടില്ല. ഗിഫ്റ്റ് ഒന്നും മേടിച്ചില്ല. എടാ ഗിഫ്റ്റിലൊന്നും കാര്യമില്ല, നിങ്ങളാണ് എന്റെ ഗിഫ്റ്റ്. അതാണ് വലിയ ഗിഫ്റ്റ്. ഞങ്ങൾ ഒരു ഗിഫ്റ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാണ് ഫ്രീ എന്ന് പറഞ്ഞാൽ മതി, ഞാൻ ലീലയിലോ ഹയാത്തിലോ ഒരു സ്ഥലത്ത് ബുക്ക് ചെയ്ത് തരാം. അതുപോലെ അതല്ലേ ഞങ്ങൾ എന്ത് നോക്കിയിട്ട് കിട്ടുന്നില്ല സാധനം ഒന്നും. ഞങ്ങൾ ലേറ്റ് വേറെ ഒന്നും കൊണ്ടല്ല, ഇവളുടെ ഇത് കാണുമ്പോൾ മനസ്സിലാവും വന്നു വീണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഷൂസ് മേടിച്ചിരിക്കുന്നു. ഇനിയും നമുക്ക് അടുത്ത സാധനം മേടിക്കാൻ പോണം. സമയമില്ല ഗൈസ്. കൊമ്പനൊരു നല്ലൊരു ഇത് ലെൻസ് കാർട്ട് നടത്തും. ഇവളെ കൊണ്ടുപോകാത്ത എന്താന്ന് വെച്ചാൽ ഇവക്ക് ഇത് വെച്ചിട്ടൊക്കെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇവളെ ഞങ്ങൾ എടുക്കാത്തത്. ഇവിടെ കാരണം ഞാനും അങ്ങോട്ട് പോകുന്നില്ല. 15 വയസ്സ് കുറഞ്ഞു. ഇനി അപ്പൊ കല്യാണം കഴിക്കാൻ 10 വർഷം കൂടെ എടുക്കുമല്ലോ. ഓ അപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണോ കളിച്ചാൽ? നീ അച്ചാച്ചന്റെ പുറകെ ഇരുത്തി കുറെ നേരം നീ കളിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ബാക്കിൽ ഇരിക്കുന്നത്. ഞാൻ ബാക്കി ഇരുന്നിട്ടില്ല. ഇവള് ഈ വികലാംഗി കാരണം ഇവള് കാരണം ഞാൻ ഇന്ന് പുറകെ പെട്ടെന്ന് ഡെസ്റ്റിനേഷനിൽ എത്തിക്കുക, ഇല്ലെങ്കിൽ അച്ചാച്ച വയലന്റ് ആവും. ഒരു കാര്യം കാണിച്ചു, നീ ക്യാമറ കൊണ്ടുവന്നു. കൂട്ടത്തിൽ ഫസ്റ്റ് 500 അടിച്ചു വേണം. അത് തന്നെ. ഇന്ന് ഭാസ്കോയുടെ ബർത്ത്ഡേക്ക് നമ്മൾ അത് മാത്രമല്ല ഇവിടെ ഒരാൾക്ക് 1 മില്യൺ അടിച്ചിട്ടുണ്ട്. തുറന്നെടുത്ത് വച്ചോട്. ഏതല്ലേ വാസ്കമോ ഹാപ്പി അല്ലേ? ഓ ഹാപ്പി ഹാപ്പി ഹാപ്പി. ഞാൻ ഡബിൾ ഹാപ്പി. ശരിക്കും പറഞ്ഞ ഇതൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞ എന്താ വെച്ചാ പുണ്ണധികം ഇല്ല. ആനി എത്ര നേരം റെഡി ആയി തന്നെ അടുത്ത വീഡിയോ എല്ലാം വരും. അതുകൊണ്ട് ഇവളെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് റെഡി ആക്കണം. ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് അല്ലു അർജുന്റെ സിനിമ പുഷ്പയിൽ നടക്കണം. പുഷ്പ